ഗംഭീരം ഗംഭീരം ത്രില്ലടിച്ചിരുന്ന് കാണാം. അടിപൊളി, നല്ല നല്ല മേക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി ആണ്. നമുക്ക് ഓണത്തിന് വന്നിരുന്നു ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റും. സൂപ്പർ പടം, എല്ലാരും മിസ് ചെയ്യാതെ കാണണം. ഗംഭീരം ഗംഭീരം, നല്ല ആക്ഷൻസ് പരിപാടിയൊക്കെയാണ്. കടലിൽ വെച്ചുള്ള ഫൈറ്റ് ഒക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനം. നല്ല നല്ല ഗംഭീരമായിട്ടുണ്ട്. പെപ്പ ഇതുവരെ ചെയ്യാത്ത, എനിക്ക് പെപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണിത്. വേറെ ലെവൽ ആക്ടിങ് പെപ്പയുടെ, സൂപ്പർ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരിക്കലും മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും സൂചിക്കത്തില്ല, ടി വി കണ്ടു കഴിഞ്ഞാൽ സൂചിക്കത്തില്ല. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഇല്ല ഇല്ല ഇല്ല, പ്രതീക്ഷിച്ചില്ല. ഇതിനെപ്പറ്റി ഇത്ര ഒരു പ്രതീക്ഷ ഒന്നും തന്നിരുന്നില്ലല്ലോ, അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിരുന്നു കണ്ടത്. ഗംഭീരമായിട്ടുണ്ട്. ഓണം തൂക്കും ഇത്, എല്ലാം നല്ല ഗംഭീരമായിട്ട് വരുന്നുണ്ടല്ലോ. ഓണം തൂക്കും ഇത്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി കൊള്ളാം. നല്ല ഗ്രാഫിക്സും ഇതൊക്കെ ആണ്. സീൻസ് ഉണ്ട്. സോറി കേട്ടില്ല. കൊള്ളാം, എല്ലാം കൊള്ളാം. ഇൻഫാക്ട് വെരി ഗുഡ്, കൊള്ളാം, കാണാൻ കൊള്ളാം. അങ്ങനെയുള്ള പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു പ്രതികാരവും ആ ഒരു ലൊക്കേഷൻ, ആ എടുത്തിരിക്കുന്ന ഒരു നടുക്കടലിലുള്ള സംഭവം, ആ സംഭവം ഒരു ലൊക്കേഷനും ഈ കഥ പറഞ്ഞ രീതിയും വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അടിയെന്നും പെപ്പ സ്ഥിരം ചെയ്യണ പോലെ കിറ്റൽ പഞ്ചുള്ള അടികളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും ആ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ രീതിയിലേക്ക് കഥ പിന്നെ മാറി. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ഒരു കടലിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു പടത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ സാം സിയസിന്റെ മ്യൂസിക്കും നല്ല ത്രില്ല് നൽകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൊണ്ടത്. നല്ല ക്യാരക്ടർ, നല്ല ആക്ടിങ്, എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു. എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ആക്ഷൻസും എല്ലാം, സെന്റിമെന്റ്സും എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒരു ഇതുവരെ വന്നതിൽ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. എല്ലാരും കാണണം, കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ള മൂവി. എന്താ പറയുക, സന്തോഷം. കടലില് ഒരു 10-68 ദിവസമുള്ള കടലിലുണ്ടായിരുന്നു. സന്തോഷം. ഇത് നമ്മുടെ ആരുടെ പടമല്ല, അജിത്തിന്റെ പടമാണ്. ഡയറക്ടറെ പുള്ളി കണ്ടു വളർന്ന, പുള്ളി ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നുണ്ടായ ഒരു കഥയാണ്. ഇതിന് എന്തെങ്കിലും നന്മയോ തിന്മയോ ഉണ്ടായതെല്ലാം ഉണ്ടെങ്കിലും അതിന് പൂർണ്ണ അധികാരവും അതിന്റെ ക്രെഡിറ്റും അജിത്തിന് പുള്ളിക്കാണ്. ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറയുന്നതിൽ.